കരയാതെ ചേച്ചി, നന്നായിട്ട് നോക്കണം. ആവശ്യമുണ്ട് എപ്പോൾ വേണം എന്നെ വിളിക്കാം. ശരി, നന്ദി. വരൂ മക്കളെ. വരട്ടെ അങ്കിൾ. മാലിനി പരിചയമുള്ളവരാ, വെറുതെ ഒന്ന് കണ്ടപ്പോ വരട്ടെ. സോ എന്നോട് സംസാരിക്കില്ല അല്ലേ? എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യണം, സംസാരിക്കാനുണ്ടെന്ന്. പോയി കളഞ്ഞില്ലേ? എന്ന് വെച്ചാ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നല്ലേ? അന്ന് ചെറിയൊരു ജോലി വന്നു. നീ പണ്ടത്തെ പോലെയല്ല മാസ്. ഒരു ബന്ധവും ഇല്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കാൻ തീരുമാനിച്ച ആ ദിവസം എനിക്ക് നീ ആരാന്ന് മനസ്സിലായി. നീ എന്നോട് മാത്രമല്ല ഒതുക്കി വെച്ചു അല്ലേ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ പോയേക്കാം. അങ്ങനൊന്നുമില്ല. എങ്ങനെയാണ് പറയേണ്ടെന്നറിയില്ല. നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നറിയോ? അന്ന് നീ എന്നോട് ദേഷ്യപ്പെട്ടു പോയപ്പോ നിനക്കിട്ട് രണ്ട് തന്നിട്ട് ഒരു ഉമ്മയും തരണം തോന്നി. എനിക്ക് തന്നോടായിരുന്നോ? എന്താ ഇവിടുന്ന് ഓക്കെ കിട്ടിയില്ലടാ, പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? മാസേ നീ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. സെക്കൻഡ് ഹാഫിൽ നീ ഒരുപാട് സ്ലോയാ. സ്റ്റാർട്ട് മ്യൂസിക്. എന്താ മാസം ഇത്? അവന്റെ മരണത്തിന് അവൻ തന്നെ ഡാൻസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ജീവിച്ചിരുന്നപ്പോ അവന്റെ ആഗ്രഹം എല്ലാം തീർന്നു. അതാ മരിച്ചോണ്ട മേൽപോട്ട് പോയത്. ഇതാ നല്ല മരണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് എന്തിനാണ് വന്നേ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? യെസ്. ഇവിടെ എന്തിനാ വന്നേ? ഐ ഡോണ്ട് നോ. മറുപടി പറ. സാർ, നിങ്ങൾ അതിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ആന്റണി അറിയാവോ? എഡിറ്റർ ആന്റണി അറിയാവുന്നുള്ള കാര്യം നീ പറഞ്ഞേക്ക്. ആന്റണി മുകളിൽ നോക്കിയ ആന്റണിയെ കാണത്തുള്ളൂ, ആന്റണിയെ കാണത്തില്ല. ആന്റണി അറിയില്ല സാർ. ആന്റണിയെ അറിയില്ല അല്ല. ഇപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? പ്രേതങ്ങളെ ഓടിക്കുക. എന്തോ? ഞാൻ ആത്മാക്കളും പ്രേതങ്ങളും തുടങ്ങിയ അമാനുഷ്യ ശക്തികളോട് സംസാരിച്ച് വിരട്ടുന്ന പരിപാടിയാ സാർ. ഈ കാലത്തും പ്രേതവും ആത്മാവൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ടോ രമ്യ? വെറുതെയാ സാർ, കാശുണ്ടാക്കാനുള്ള പണിയാ. മാഡം, സെന്തിക്കര പോയിട്ടുണ്ടോ? സെന്തിക്കര ഉണ്ടോന്ന്, പോയിട്ടുണ്ടോന്ന്? പോയിട്ടുണ്ടെന്ന് പറ. ഒരു പ്രേതത്തിനോട് സംസാരിക്കാനായിട്ട് പോയെന്ന് പറ. അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നീ സെന്തിക്കര പോയിട്ടേ ഇല്ല? ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പോകാനാ സാറേ? സാർ പോയിന്റ് സാർ. കുറച്ച് വെള്ളം കിട്ടുമോ? അതിനെന്താ, തരാമല്ലോ സാറേ. മാസിനാകെ ഡൗട്ടായിരിക്കുന്നു, കണ്ടില്ലേ? ആ വോയിസ് റെക്കോർഡ് എടുക്ക്. സാർ, നീ പുറത്തു പോയി ടീപ്പോയുടെ അടി വെക്ക്. സാർ ഞാൻ മിണ്ടാതെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. മാസേ, ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. പോയിട്ടുണ്ടെന്ന് പറയാനല്ലേ പറഞ്ഞേ? അതെന്താ പിന്നെ അങ്ങനെ പറയാഞ്ഞേ? എന്ത് പറയണേ, എങ്ങനെ പറയണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പോകാൻ നോക്ക്. എന്തോ മോളെ ചെയ്യുന്ന അവിടെ? നീ പറയുമ്പോൾ തലയേട്ടാ ഞാൻ ബൊമ്മയല്ല, വന്നിരിക്കുന്നു. ഓക്കെ. അയ്യോ എന്റെ മോനെ, എന്തൊക്കെയാ? ഐസ് വാട്ടർ ഇല്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? വീണ്ടും ഞാൻ വരും. അപ്പം വെള്ളം തണുത്തിരിക്കണം. ശരി. രമ്യ, നമ്പർ കൊടുത്തേ. Yes, sir. നിന്റെ നമ്പരല്ല, എന്റെ നമ്പർ. സോറി സാർ. നമ്പർ തരും. വിദേശത്ത് പോവുകയാണെങ്കിൽ എന്നെ അറിയിച്ചിട്ട് പോണം. ട്രാവൽ ഏജൻസി നടന്നുണ്ടോ? വെള്ളം കുടിക്കുന്നു. നോ താങ്ക്സ്. ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട് അവര്. വയർലെസ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. പുറത്തും വാ ഞാൻ കാണിക്കാം. ഹായ്. വിക്രം, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. സാറിനെ കാണാം. നമസ്കാരം. വാ, കയറി പോവാം. ശരി സാർ. അനിയ ഇരിക്കെ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നല്ലോ. പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല സാർ. അല്ല, പ്രായമൊക്കെ ആയില്ലേ, അതാ. അല്ല അനിയ, നമ്മളെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, ഉറപ്പാ? ഉണ്ടായിരിക്കാം, ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നല്ലേ.
ഒന്ന് ഓർത്തു നോക്കി ആരാ എന്താന്നൊക്കെ പറയുവാണെങ്കിൽ. ഷോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്റെ പേര് മധുസൂദനൻ, ഈ നാട്ടിലെ MLA യാ. അറിഞ്ഞില്ല സാർ, സോറി. സാരമില്ല, ഇരിക്കും. അനിയൻ TV ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ഇല്ല സാർ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ അകത്ത് കൊണ്ടിട്ടത്. അയ്യോ എടാ മാസ, ഇവൻ വലിയ ആളാ കേട്ടോ. എന്താ ചെയ്യുക? ഹനിയ, ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ. അതെ സാർ. പിശാചുകളെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടാ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം. 2 ദിവസമായി വീട്ടിൽ എന്തൊക്കെയോ അസംഭവമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പറാ തെളിഞ്ഞത്. എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി. ഒരു മിനിറ്റ്. ഇദ്ദേഹമാണ് ആന്റണി. അയ്യോ എടാ മാസെ, നമ്മൾ കുടുങ്ങിയല്ലോ. നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ച് പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എന്താ, ചെയ്യാലോ അല്ലേ? മാസെ വേണ്ട, ഇത് പ്രശ്നമാകും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ എത്തിയല്ലേ? അയ്യോ വന്നോ? ഇവനോടാണോ ഇരുന്ന് സംസാരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്ന നിന്നോട് ഒരു വാക്ക് പറയായിരുന്നു. അവനോട് പോകാൻ പറയടാ. ഒരുത്തം വന്നിരിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം. ഞാനെന്ത് ചെയ്തു? വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന 6 മണിയാ. നിങ്ങളുടെ പണിയല്ലേ? ആഹാ, അവിടെ കൊണ്ടുപോയി കൊല ചെയ്യിപ്പിച്ചാലേ നീ തന്നെയല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം സെന്തിക്കരെ പോയതല്ല. സെന്തിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ്. ലോക്കർ നമ്പർ 6 അതിനാ പണം എന്ത് ചെയ്യും? നമ്മൾ ആ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മൾ അടിച്ചു മാറ്റിയല്ല, വേറെ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ചേട്ടാ, ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുന്ന് പുറത്തു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ രക്ഷിക്കാം. ആഹാ മാസേ, ഇവന്റെ അടുത്ത ഐഡിയ നമ്മളെ വേറെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാനാ. പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ തമാശ കളിക്കരുത്. എനിക്കറിയാം. അത് മനസ്സിലാക്കിയെടുക്കാൻ അനിയ ചോദിച്ചു മനസ്സിലാക്കിയോ? ആത്മാവ് എന്താ പറഞ്ഞേ? ആന്റണിയുടെ പേദം അറിയില്ല. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ആത്മാവ് അവിടെ കിടന്ന് അലയുന്നത്. പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ, ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ? നമുക്ക് വേണേ അവിടേക്ക് പോയാലോ? ആഹാ, അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല. ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം. സമയമെടുക്കും. വേഗം വാ. സമയമെടുക്കുമെന്നോ? ആവും. ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ പൂജ തുടങ്ങിക്കൂ. ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം. അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. അതിന് ഒരാഴ്ചയെങ്കിലും സമയം വേണം. അതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം. ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എടാ മഹേഷേ, എന്താ ചേട്ടാ? ആനണി ചേട്ടൻ ചെമ്പിക്കരയെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവന് ചെമ്പിക്കരയെന്ന് മനസ്സിലായത്? എന്തോന്ന് സംസാരിച്ചായിരുന്നു. ലോക്കറിനെ കുറിച്ച് അവൻ അറിയാമെന്ന് തോന്നുന്നു. അതാവൻ പെട്ടെന്ന് എസ്കേപ്പ് ആയത്. എടാ, അവൻ ആന്റണിയുടെ ആത്മാവിനോടാ സംസാരിച്ചത്. അവനെന്തോ മറിക്കുന്നുണ്ട്. വിളിക്കാൻ സഹായിച്ചെന്ന് മതി. നമുക്ക് ബാങ്കോക്കിന് പോവാം. അവിടെ ഒരുപാട് ചേട്ടൻ വിളിക്കുന്നു, അകത്തേക്ക് വാ. എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ആവുന്നു. ആ കാര്യം പറയാൻ വേണ്ടി തന്നെ അകത്തേക്ക് വാ. പറഞ്ഞാലും മനസ്സിലാവില്ല. സമയാവുന്നില്ലേ? എന്നെക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇരിക്കുക. ഞാൻ പിന്നെ അങ്ങനെ വന്ന് കണ്ടോളാന്ന് പറ. നീ വാ, എന്നെ ഒന്ന് വിട്ടിട്ട് വാ. ഇവരൊക്കെ ആരാ? അല്ല, ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത അഭിനയിക്ക് എന്തിനാ? പൈസ എവിടെടാ? ഏത് പണം? ആന്റണിയുടെ കയ്യിൽ ഞാൻ കൊടുത്ത പണം എവിടെയെന്ന് അതെങ്ങനെ എനിക്കറിയാം സാറേ? അതിന് ആന്റണി വന്നിട്ടില്ലല്ലോ. ആഹാ, അപ്പൊ ആന്റണി സെമ്പിക്കരെ വെച്ച് മരിച്ച കാര്യം മാത്രമേ നിനക്ക് അറിയൂ അല്ലേ? സാർ, അത് അങ്ങനെയല്ല സാർ. സാർ വിചാരിക്കുന്ന പോലെ എല്ലാം പിടികിട്ടി. നീ സെന്തിക്കരയ്ക്ക് പോയതും പണം തട്ടിയെടുക്കാൻ പോയതുമെല്ലാം ഇവർക്ക് പിടികിട്ടി. ഇപ്പൊ അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, അവര് നിന്നെ തട്ടാൻ പോവാണോ നീ അവരെ തട്ടാൻ പോവാണോ എന്നുള്ള ചോദ്യമാണ്. ഈ പ്രാവശ്യം അങ്ങനത്തെ വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. ആരുടെ അടുത്ത്? എടാ, നീ ആന്റണിയുടെ ആത്മാവിനോടല്ലേ സംസാരിക്കുന്നത്? പൈസ എവിടെന്ന് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോട് പോകില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് അപകടം. എന്താ എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ വരട്ടെ? സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. സത്യമായിട്ട് എനിക്കൊരു കാര്യം അറിയില്ല. മനസ്സിലാവില്ലേ? ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഓക്കെ, എന്തൊക്കെയാടാ? അയ്യോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. മാറിപ്പോ. അയാളെ കൊണ്ടുപോയി AC റൂമിലെടുത്ത്. അതിന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ സമയം ശരിയല്ലേ?
വേണ്ട, ആവശ്യമില്ലാതെ എന്നോട് മുട്ടാൻ പറ്റരുത്. എത്ര പ്രാവശ്യം വെച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നീ കേൾക്കത്തില്ലല്ലേ? എടാ, നീ പൊട്ടനാണോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ പണമില്ലെന്ന്? ഇതാ വെള്ളം ഒഴിക്ക്. പറഞ്ഞത് കേൾക്കാൻ മേലായിരുന്നോ? താഴെ കിടക്കണോ? വെള്ളം വെള്ളം ഇവിടെ, വെള്ളം എടുക്ക്. എടാ, നീ എന്താണ് വെള്ളത്തിന് മാറി തന്നത്? അയ്യോ, തീ ആളിക്കത്തുവാണല്ലോ. അയ്യോ, നിലത്ത് കിടക്ക്, 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 നിലത്ത് കിടന്നുരുള, നിലത്ത് കിടന്നുരുള. പുറത്ത് പോകാനല്ലേ പറഞ്ഞേ? വാ, വാ, പുറത്തേക്ക് വാ. ഇത് മൊത്തം കത്തി നശിക്കാൻ പോ, വെളിയിലേക്ക് പോ. ഒരാൾ ചാകാൻ പോകുമ്പോഴാണോ പോകാനാ പറഞ്ഞത്? ഓ, നിനക്ക് ഓർമ്മയില്ലേ? ശക്തിയാടാ. ശക്തി? എന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചല്ലേ? ശക്തി ഏത് രൂപത്തിലും ഇവന്റെ മുന്നിലും വരുവടാ. ഒരുത്തിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. നിന്നെ എല്ലാത്തിനെയും ഇവനെ വെച്ച് കൊലിക്കാൻ പോവാടാ. പാട്ടി കഴിവേറി. നീ ഇവിടുന്ന് പോയില്ലേ? എന്നെ നീ വീണ്ടും ചതിച്ചല്ലേ? എന്നെ നീ കരുവാക്കുവാണല്ലേ? എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. എന്തിനാ എന്നെ കരുവാക്കി? നീ എത്ര പേരെ കൊല്ലാൻ പോകുന്നു? വീണ്ടും വീണ്ടും നീ എന്നെ കൊലപാതകയാക്കിയില്ലേ? ഇവിടുന്ന് പോടാ. ഒന്ന് സമാധാനിക്കേ. പോകാൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പിന്നെ ചലഞ്ച് ചെയ്ത് വേഗം പോ. എന്താ പറയാൻ പോകുന്നു കേൾക്കാനുള്ള മനസ്സില്ല നിങ്ങൾക്ക്? ഇനി എന്താ പുതിയ കഥയാണ് പറയാൻ പോകുന്നത്? എടാ, നിന്റെ കഥയിലെ നായകൻ ഞാനാണോ? നിന്റെ മുഖം കണ്ട് കണ്ട് എന്റെ മുഖം കണ്ണാടി കാണുമ്പോ എനിക്ക് വെറുപ്പായി മാറുക. പോടാ, എന്റെ മുന്നിൽ എന്നെ വിട്ട് പോ. നീ വിചാരിക്കുന്ന പറയുന്ന കേക്കടാ. ഒരക്ഷരം നിന്റെ എന്റെ കഴുത്തറക്കും ഞാൻ. ജീവനോട് ഇരുന്നിട്ടല്ല നീ എന്നെ കരുവാക്കുന്നേ. ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ പറയണ ഹർക്കട്ടെ ഞാൻ. വേണ്ട, അപ്പൊ പോ, മര്യാദയ്ക്ക് പോകാൻ. ഞാൻ പോവാം. എടാ, എല്ലാം കത്തിക്കൊണ്ടിരിക്കുക. വേഗം ഇറങ്ങ്. ആരെങ്കിലും വരും. വാ വേഗം.